നമസ്കാരം ഡാർക്കർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഫിലിമിൽ ഇതുപോലെ ചെറിയൊരു അബദ്ധം പറ്റി. അത് അവർ കാണാതെ കണ്ടോ എങ്ങനെയോ ആയിരിക്കും, നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഈ സിനിമയുടെ ഏതെങ്കിലും രീതിയിൽ അധികൃതർ കാണുകയാണെങ്കിൽ ഞങ്ങളെ ആ രീതിയിൽ കാണരുത്. ജസ്റ്റ് എന്താണ് ഈ തുടക്കക്കാർക്ക്, ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഷോർട്ട് ഫിലിം വീഡിയോസിൽ നിന്ന് എങ്ങനെ അൺവാണ്ടഡ് ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പഴയ വീഡിയോസ് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ബേസിക് വീഡിയോസ് ഉണ്ട്, ഡാവിഞ്ചിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് ഫേവറേറ്റ് സ്റ്റുഡിയോ. അപ്പോൾ എന്താണ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സീൻ ഇതാണ്. ഇവിടെ കണ്ടോ, തള്ളിക്കൊടുക്കുന്ന പോലെ കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അബദ്ധം നമ്മുടെ വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ഇത് അവർ കാണാതെ പറ്റിയായിരിക്കും, നമുക്ക് ആ ഭാഗം വിടാം, അത് ചർച്ച ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം നമ്മുടെ വീഡിയോയിലാണ് പറ്റുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒബ്ജക്റ്റ് റിമൂവൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഇത് രാത്രി സീനാണ്, അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഇവിടെ ഡാർക്കിഷ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കാണില്ല. പക്ഷേ നമ്മൾ പകലുള്ളൊരു സീനാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒബ്ജക്റ്റ് റിമൂവൽ ചെയ്യണം. അതിനുവേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. പകൽ സമയങ്ങളിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്ന് ആളുകളെ മായ്ക്കാനും എന്തെങ്കിലും ഒബ്ജക്റ്റുകളെ മായ്ക്കാനും ഒക്കെ നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. ഇതിലിപ്പോൾ നമുക്ക് സിമ്പിളായിട്ടാണ് പറയാൻ പോകുന്നത്. നോക്കിയാൽ നേരെ ഞാൻ കളർ ടാബിലേക്ക് പോവുകയാണ്. അപ്പോൾ കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്യുക, ഈ നോഡ് കണ്ടോ, ഈ നോഡൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ നോഡിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ അല്ലേ, വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വലിച്ചു വെച്ച് വലുതാക്കിയൊക്കെ വെക്കാം കേട്ടോ, ചെറുതാക്കിയൊക്കെ വെക്കാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ നോഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ എസ്, വിൻഡോസിലാണെങ്കിൽ ആൾട്ട് എസ് അടിച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ നോഡും കൂടെ അവിടേക്ക് അപ്പിയർ ആവും. ഓക്കെ അല്ലേ. ഇനി ഈ സീരിയൽ നോഡിലാണ് നമ്മൾ മാസ്ക് ചെയ്യാൻ പോകുന്നത്. സീരിയൽ നോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ഒരു കർവിൻ്റെ ഓപ്ഷൻ നമ്മൾ കളർ ഗ്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാണല്ലേ, അത് കഴിഞ്ഞ ശേഷം 1, 2, 3 ഓപ്ഷൻ ഉണ്ട്, വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്കുകളാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൽ സ്ക്വയർ മാസ്ക് ഉണ്ട്. ഇവിടെ സ്ക്വയർ പോരാ, നമുക്ക് കുറച്ചുകൂടെ ഒന്നിങ്ങനെ വരച്ചെടുക്കാണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ഒരു കളർ അപ്പിയർ ആവും അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ വരയ്ക്കുക. അതിന് നമ്മൾ കാര്യം ചെയ്യണം, ഈ കൈ എത്രത്തോളം മേലേക്ക് വരുന്നോ, അതായത് അതിൻ്റെ പീക്ക് പോയിൻറ്റ് അങ്ങനെ പറയാം നമുക്ക് ഇവിടെ, മാക്സിമം എത്ര പൊങ്ങി വരുന്നോ ആ ഒരു ഏരിയയിൽ പോസ് ചെയ്യുക. അതായത് ഇവിടെ കിട്ടും അല്ലേ. ഈ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ കണ്ടോ, ടൈം ലൈനിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ടൈം ലൈന് അപ്പിയർ ആവും. ഓക്കെ, അവിടെ ഞാൻ മാസ്ക് ചെയ്യാൻ പോകണേ. അത് ഏകദേശം ഇതിലൂടെയാണ് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ കൈ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാസ്ക് ആഡ് ചെയ്തു കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാസ്ക് ആഡ് ആയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ട്രാക്ക് ചെയ്യണേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ മാസ്കിങ്ങിൻ്റെ അതായത് വിൻഡോയുടെ തൊട്ടപ്പുറത്ത് ട്രാക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതൊന്ന് പ്രസ് ചെയ്യുക. ഇതിൽ നമുക്ക് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഒരു ആരോ കാണാൻ പറ്റും, അതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ട്രാക്കിംഗ് ആണ്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മൊത്തം ട്രാക്ക്. ഇത് ചെറിയ സീനായതുകൊണ്ട് പെട്ടെന്ന് ട്രാക്ക് ആയി കഴിഞ്ഞു അല്ലേ. വലിയ സീനാകുമ്പോൾ കണ്ടോ മാസ്കിനനുസരിച്ച് കണ്ടോ മാറി മാറി വരുന്നത്. ഓക്കെ, ഇതിനുള്ളിൽ പുള്ളിയുടെ കൈ ഒതുങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ തന്നെ ഇതിലെ ക്ലിക്ക് ഇവിടെ ആണോ എന്ന് അറിയണമെങ്കിൽ ഓറഞ്ച് റൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഷാഡോ, അതായത് ഈ ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്ന് കണ്ടോ, അതായത് എന്തിലാണ് വരിക, പ്രൈമറി വീൽസിൽ അല്ലേ. അതിൽ നമുക്ക് ലോഗ് ഫയൽ ഉണ്ടാവും, അതിൽ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഈ ഷാഡോ എന്ന് പറയുന്ന ഏരിയ തന്നെയാണ് നമ്മൾ പ്രൈമറി വീലിലേക്ക് വരുന്ന സമയത്ത് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കറുത്ത ഏരിയകൾ ഒന്നും കൂടെ കറുപ്പിക്കാനും വെളുപ്പിക്കാനുള്ള ഏരിയയാണ് ഷാഡോ. ഇവിടെ നമ്മൾ ലൈറ്റിൻ്റെ കറക്ഷനാണ് ചെയ്യാൻ പോകുന്നത്, അതായത് വൈറ്റ് ബാലൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട്, ഒരുപാടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് നിങ്ങൾ നോക്കട്ടോ. ഈ കറുത്ത ഏരിയയൊക്കെ ഒന്ന് വൈറ്റ് ആക്കണമെങ്കിൽ നോക്കിയോ, വൈറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ. ഇതിലിപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് എന്തിനാണ്, ഈ മാസ്കിനുള്ളിൽ മാത്രമേ നമുക്ക് എഫക്റ്റ് വരാൻ പാടുള്ളൂ. പകരം ഞാൻ ഇവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ നോക്കിക്കോ, മൊത്തത്തിൽ കളർ മാറ്റം വരും അല്ലേ. അപ്പോൾ ഇതൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് നോഡ് ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് റീസെറ്റായേ. പിന്നെ നമുക്ക് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ നമുക്കൊന്ന് ബ്ലാക്കിഷ് ആക്കാൻ പോകും, കുറച്ചൊന്ന് കറുപ്പിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഗാമയാണ്. ഗാമ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കളർ മാറ്റം വരുത്താനുള്ള, അത് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്ത ഏരിയ അല്ലേ, ഇതിപ്പോൾ വെളുത്ത ഏരിയ ഇതാ ഈ ഏരിയകളൊക്കെ ഒന്ന് ഓവർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗെയിന്. 3 ഏരിയകൾ മനസ്സിലായല്ലോ, ഒന്ന് കറുത്ത ഏരിയ, ഒന്ന് മിഡ് ടോണ്, പിന്നെ ഒന്ന് മൊത്തത്തിൽ വെള്ള ഏരിയ. ഇങ്ങനെയാണ് ഇത് മൊത്തത്തിൽ. പിന്നെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് വെളുപ്പിക്കുകയും കറുപ്പിക്കുകയും ചെയ്യാൻ വൈറ്റ് ബാലൻസിന് ഈ വീലുകളുണ്ട്, ഈ വീലുകളാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീല് ഞാനൊന്ന് ബാക്കോട്ടേക്ക് തിരിച്ച് ലേശം ഒന്ന് ഡാർക്കിഷ് ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ ഒന്ന് ഡാർക്കിഷ് ആയിട്ടുണ്ടാവും. പക്ഷേ എന്താ കറക്റ്റ് ഇങ്ങനെ മുറിച്ച് വെച്ച പോലെ കാണാം അല്ലേ, കുറച്ചും കൂടെ ഡാർക്കിഷ് ആക്കണം അല്ലേ, ആളെ കൈ കാണുന്നുണ്ട്. അപ്പോൾ അതിന് 2 ഓപ്ഷൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞുതരാം. ഒന്നുകൂടെ ഡാർക്കിഷ് ആക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും മാസ്കിൻ്റെ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് സോഫ്റ്റ് ഇല്ലേ, ഈ സോഫ്റ്റിന് കുറച്ചുകൂടെ ഒന്ന് കയറ്റിയിടാം. ഇപ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഇരുട്ടൊന്ന് പുറത്തേക്ക് തള്ളിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കുക. ഇപ്പോൾ കണ്ടോ നമുക്ക് ഓൾമോസ്റ്റ് അവൻ്റെ കൈ കാണാത്ത രീതിയിൽ ഇവിടെ വെച്ച് കുറച്ചുകൂടെ കാണുന്നുണ്ട് അല്ലേ, അവിടെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന്. പിന്നെ ഞാൻ വേറൊരു ഓപ്ഷൻ പറയുന്നത് അറിയോ, എന്തായാലും നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോ എന്ത് ചെയ്യുക, രാത്രിയാണ്, കുറച്ചും കൂടെ ഒന്ന് ഡാർക്കിഷ് ആക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ഇട്ട് ഒരല്പം ഡാർക്കിഷ് ആക്കുക. അതുപോലെ ഹൈലൈറ്റ് ഏരിയ വേണമെങ്കിൽ കുറച്ചൊന്ന് പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കറുത്ത ഏരിയനെ വല്ലാണ്ട് ബാധിക്കില്ല. ഓക്കെ അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഈ ഏരിയനെ വേണമെങ്കിൽ ഒന്നും കൂടെ ഡാർക്കിഷ് ആക്കാം. അവൻ്റെ മിഡ് ടോൺ ആണ്, അവൻ്റെ കൈയാണ് വരുന്നതില്ലേ, അപ്പോൾ അവിടെ ഹൈലൈറ്റിലും കുറച്ചൊന്ന് ഡാർക്കിഷ് ആക്കുക. വല്ലാണ്ട് ഇരുട്ടായി പോകണ്ടോ ശ്രദ്ധിക്കണേ, അവിടെ വൃത്തികേടാകുന്നുണ്ടോ നോക്കുക. ഒന്ന് ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ കാണുന്നില്ല. ഇതുപോലെ നമ്മൾ പോയിൻറ്റ് ബൈ പോയിൻറ്റ് കുറച്ചുകൂടെ കറക്റ്റായി കൊണ്ടുവന്നാൽ ഈ ഒരു പോയിൻറ്റിൽ മാത്രം കുറച്ച് ടോറ ഡാർക്ക് ഷെയ്ഡ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സബ് മാസ്ക് കൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു നോഡും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. എങ്ങനെയാണ്, ഓപ്ഷൻ എസ്, ആൾട്ട് എസ്. ഓക്കെ, ഒരു ഇടയ്ക്ക് ഒരു നോഡും കൂടി അപ്പയർ ആയില്ലേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു മാസ്ക് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ റീസെറ്റ് നോഡ് കൊടുക്കുക. എന്തെങ്കിലും ഓപ്ഷനിൽ കിടക്കുന്നുണ്ടെങ്കിൽ റീസെറ്റ് ആയിട്ട് പോയിക്കോളും. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ചെറിയൊരു സബ് മാസ്ക് ഇല്ലേ, ഇവിടെ മാത്രം ഒന്നുകൂടെ ഡാർക്കിഷ് ആവണം. ഇതിൻ്റെ കൈ ഇതിലൂടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു, ഒന്ന് ബാക്കോട്ടേക്ക് ഇങ്ങ് വലിച്ചളയാം. ഇപ്പോൾ നോക്കിക്കോ, അതിൻ്റെ കൈ അവിടെ കാണുകയില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു അബദ്ധം ഉണ്ട് അല്ലേ. അതൊക്കെ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ എഫക്റ്റുകൾ സോഫ്റ്റ്നെസ് ഒക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട്, അല്ലെ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ കാര്യമായിട്ട് കാണില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി കറക്റ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അബദ്ധം പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് വേറെ രീതിയിലായിരിക്കും അബദ്ധം പറ്റുക. അപ്പോൾ അഡ്വാൻസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഈ അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ വലിയ രീതിയിൽ കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് അവർ നേരത്തെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ അവർക്ക് ആ ഫിലിമിൽ ഉണ്ടാവില്ലായിരുന്നു. കാര്യം അത്രയും നല്ലൊരു ഫിലിമുമാണ്, നല്ല ഗ്രേഡിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കളർ ഗ്രേഡിങ്. സാധാരണ സിനിമയ്ക്ക്, മലയാള സിനിമയിൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല, ഗ്രേഡിംഗ് ഒന്നും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലൊരു പ്രത്യേക തരം കളർ ഗ്രേഡിംഗ് ഒക്കെയാണ് വരുന്നത്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോ, അതായത് ഏത് വെളുത്ത പ്രതലത്തുനിന്നും ഒരു സാധനം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നിർബന്ധമായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.